ഞാനിവിടെ ഒരു വൈതളങ്ങ റോസ്റ്റ് ഉണ്ടാക്കാനാണ് പോണത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്. ആദ്യം ഇതിലേക്ക് വേണ്ടത് ഈ വൈതളങ്ങയാണ് പരിചയപ്പെടുത്തുന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ ആദ്യം ഇത് വൈതളങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൽ ഞാനൊരു ഇതേപോലത്തെ ഒരു കട്ടുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തണ്ടുമെന്ന് വേറെടുക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റും ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അറ്റം മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യത്തിന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ മുളക് ചെറുതാക്കി അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്, എരിവ് വേഗം പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വെള്ളവും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മുളക് ഇതിൻ്റെ അടിയിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത്. ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത്രയാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 1/2 ഗ്ലാസും കൂടി വെള്ളം ഇല്ലത്. അപ്പോൾ ഇത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വീട്ടിലുണ്ടായത് കൊണ്ട് തന്നെ അധികം കറയില്ലാത്ത സൈസാണ്. അപ്പോൾ അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കട്ട് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്തതുകൊണ്ട് കറ ഉണ്ടാവും ഇല്ലാതൊക്കെ. അത് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ ഇതിന് കളറ് മാറും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ തീയൊന്ന് കത്തിച്ച് കൊടുക്കാം. ഒന്ന് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാവും. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നത് വരേക്കൊന്ന് മൂടിയിട്ട് കൊടുക്കാം. അപ്പോൾ അപ്പോഴേക്കും ഞാൻ അടുത്തത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കുത്തണ കല്ലിൽ തന്നെ വെച്ചിട്ട് ഒന്ന് കുത്തിയെടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇതിലേക്ക് ഇടുമ്പോൾ ഓരോ സാധനവും കാണിച്ചു തരാം. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 7 അല്ലി എടുത്തിട്ടുണ്ട്. അധികം ചതഞ്ഞ് പോവണ്ട, ആവശ്യത്തിന് ഒന്ന് ചതഞ്ഞാൽ മതി. 2 തണ്ട് കരിവേപ്പിൻ്റെ ഇല, ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഓരോരോ പീസ് ഇട്ടുകാണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആയിരിക്കും. കൂടുതൽ ഇടുമ്പോഴാണ് എടുക്കുമ്പോൾ പ്രയാസപ്പെടുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് തന്നെ എടുത്ത് വെക്കുകയാണ്. ഇനി ഒരു മല്ലിയില 2 തണ്ട് മല്ലിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ വൈതളങ്ങ എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ വെള്ളം വെച്ചക്കണമെങ്കിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളം കൂടുതലുണ്ടായാൽ ഇത് വെന്ത് ഉടഞ്ഞു പോകും വിചാരിച്ചിട്ടാണ് വെള്ളം കൂടുതൽ വെക്കാഞ്ഞത്. ഇങ്ങനെ ഒരു 5 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം വളരെ കുറവാണ്. അപ്പോൾ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂടി ഒന്ന് തുറന്ന് വെക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം വേണം അടുത്ത
ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബാങ്ക് കൊടുത്തത്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരട്ടെ, അതേലേക്കും ഒന്ന് ചൂടാറണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് വൈതളങ്ങ ഓരോന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ മൈക്ക് വെക്കാൻ മറന്നു പോയിരുന്നു, മൈക്ക് ഓണാക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾ പരന്ന പാത്രം വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു കുണ്ടുള്ള പാത്രത്തിലാക്കിയിട്ട് ഞങ്ങൾ ഓരോ പീസ് 2 പീസാക്കിയിട്ട് വേവിച്ചെടുക്കുക, നിങ്ങളെ പാത്രത്തിൻ്റെ വട്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൂട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കറിക്ക് ആവശ്യമില്ല, കഞ്ഞിക്ക് കൂട്ടാനും ഒക്കെ അത് നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴും നല്ല ഇളയത് നോക്കി വാങ്ങാൻ ശ്രമിക്കുക. നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളി ചതച്ച് വെച്ചതാണ് ഇതിട്ട് കൊടുക്കുക. നമ്മൾ മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത് ഇതേപോലെയല്ല കിട്ടുന്നുണ്ടാവുക, കുറച്ചും കൂടി ഒന്ന് ചതങ്ങി ഇതായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചതക്കി അരിയണതിലേറെ ടേസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്താലുണ്ടാവും. അപ്പോൾ ഇതൊന്ന് അധികം മൂത്ത് വരണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. ഞാൻ വഴുതളങ്ങ ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അതിൽ ഉപ്പും എരിവും ഉണ്ട്. അതിൽ എരിവും ഉപ്പും കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഈ മുളകുള്ളതുകൊണ്ട് എരിവ് കറക്റ്റായി വരും. ഉപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളിൻ്റെ ഒക്കെ ടേസ്റ്റിലും എരിവിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ മുളക് 3 ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കാം. ഇനി ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ പരത്തിയിട്ട് കൊടുക്കുക. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ തോലുണ്ടല്ലോ, ഇതൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണിത്. ഇതിങ്ങനെ കഴിക്കാൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങണത് ഒരു കട്ടിപ്പുണ്ടാവും. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കടയിൽ നിന്ന് വാങ്ങിയതായാലും ഇത് കട്ട് ചെയ്ത് കളയരുത്. കാരണം നമുക്ക് ഇങ്ങനെ ഓരോരോ പീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നെട്ടി നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് മല്ലിൻ്റെ ഇല കൈകൊണ്ട് തന്നെ വലിയ പീസാക്കി എടുത്തതാണ്, അതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് അതിലേക്ക് വരും. അപ്പോൾ നമ്മൾ വഴുതളങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.